ഹലോ ഗായ്സ്, ഞാനിപ്പോൾ വന്നേക്കുന്ന മാവേലിക്കരയിലെ ഒരു ഇതിലാണ്. ഇവിടെ മീനുണ്ട്, മത്സ്യകന്യകയുണ്ട്, എല്ലാം ഉണ്ട്. ഫെസ്റ്റിവലാണ്, നല്ല രസമാണ്. മത്സ്യകന്യകയും മീനും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കയറാൻ പോവാണ്. കാടൊക്കെ കൊടുത്ത് ഇപ്പോൾ കയറാൻ പോവാണ്. ആദ്യം തന്നെ പോകുമ്പോൾ നമ്മൾ ഒരു പൂ വെച്ചിട്ട് അലങ്കരിച്ചേക്കുന്ന ഒരു ഭിത്തി പോലെ ഉണ്ട്. പിന്നെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു, പല പല കളറിൽ ഇരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു. ഇത് റെയിൻബോ പോലെ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഒരുപാട് ഫോട്ടോഷൂട്ടും ഒക്കെ എടുത്ത് അടിപൊളി നിന്നോണ്ടിരിക്കാൻ തോന്നിയായിരുന്നു. പിന്നെ ഞാൻ മാനിനെ കണ്ട്, മരം, അങ്ങനെ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ട്, ആനക്കുട്ടി, പിന്നെ വീട്, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കണ്ട്. ഷാർക്ക്, മാൻ, അങ്ങനെയെല്ലാം വെള്ളമൊക്കെ പോയി. നല്ല രസമുണ്ടായിരുന്നു, കണ്ടോണ്ടിരിക്കാൻ തോന്നി. പോയി അതിനിടയ്ക്ക് കണ്ടൊരു കുതിര. ആദ്യം കണ്ടപ്പോൾ അങ്ങ് മേടിച്ചു. പിന്നാണ് നമ്മുടെ ശരിക്കുള്ള നമ്മളൊരു മീനിനെ കണ്ടേ. അത് മത്സ്യകന്യക ഇതാണോന്ന് അറിയത്തില്ല, മത്സ്യകന്യകയില്ല. പൂവൊക്കെ തൊട്ട് അതിൻ്റെ അകത്തൊക്കെ കയറി. പക്ഷെ ഇതിനകത്ത് വെള്ളമില്ല, പൂ നിറഞ്ഞ് തോട്ടം പോലൊക്കെ ആയിരുന്നു. അടിപൊളി ഉണ്ടായിരുന്നു. ഷാർക്ക്, നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇവിടെ നിന്നോണ്ടിരിക്കാൻ തോന്നിയേ. കയറ്റം ഇറക്കം ഒരു പാലം പോലൊക്കെയാണ് ഇതൊക്കെ പണിതേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നേ. പക്ഷെ ഭയങ്കര വലിയ തിരക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇടയ്ക്ക് അമ്മ വേണ്ട ഇതിൻ്റെ എടുത്ത് കയ്യിലൊക്കെ ഇട്ട് തൊട്ട് പശുക്കുഞ്ഞ്, വീട്, തോട്ടം, പൂവ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നേ. പശു ശരിക്കത്തെ പോലെ തോന്നും. പിന്നെ നമ്മുടെ മത്സ്യകന്യക, ശരിക്കത്തെ മത്സ്യകന്യക അറിയില്ല, നമ്മുടെ മത്സ്യകന്യക ലവ് ഇതൊക്കെ കാണിച്ച് അടിപൊളിയായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു ഒരു വെള്ളത്തിൽ കളിക്കുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ട്, കണ്ടോണ്ടിരിക്കാൻ തോന്നി. ഇനി കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ട് നല്ല രസമുണ്ട് പിന്നെ കാണാൻ. ഒരുപാട് ഇഷ്ടപ്പെട്ട്, അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം മത്സ്യകന്യകയുടെ ഇതൊക്കെ കണ്ട് ടൈം പാസ് ചെയ്ത്, മത്സ്യകന്യക ഊതുന്ന ഇതൊക്കെ കാണിച്ച് അടിപൊളി ഉണ്ടായിരുന്നേ. എനിക്കും അങ്ങനെയൊക്കെ കയറണം എന്നൊക്കെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി മത്സ്യകന്യക, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെള്ളത്തിൻ്റെ അകത്ത് ഇടിഞ്ഞ് പോയി. മൊത്തം ഇടിയും മടിയും ഒക്കെ ആയിരുന്നു. ഇടിഞ്ഞിപ്പോയി. ഇനി എങ്ങനെ ആക്കണമെന്നൊന്നും പിടികിട്ടില്ല. എല്ലാ പിള്ളേരും വന്ന് ഇടിച്ചിടിച്ച്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കളിക്കാൻ. വേറെ കുറേ റൈഡ്സ് ഉണ്ട്, പക്ഷെ വലുതാ ട്രെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്.